ഈ ഭൂമിയിലെ ഇല്ലാത്ത വ്യോമത്താവളങ്ങൾ തകർത്തുവെന്ന് അവകാശപ്പെട്ട് പാക് സൈന്യം ലോകത്തിന് മുന്നിൽ വീണ്ടും നാണം കെടുകയാണ്. രജൌരി, മാമൂൺ എന്നീ അദൃശ്യ വ്യോമത്താവളങ്ങൾ തകർത്തുവെന്നാണ് പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥന്റെ പുതിയ അവകാശവാദം. ഗൂഗിൾ മാപ്പിൽ പോലും കണ്ടെത്താനാകാത്ത ഈ വ്യോമത്താവളങ്ങൾ എവിടെയാണെന്ന് ചോദിച്ച് പാക് സൈന്യത്തെ കണക്കറ്റ് പരിഹസിക്കുകയാണ് സൈബർ ലോകം. ഓപ്പറേഷൻ ബുനിയാനുൽ മർസൂസിന്റെ ഭാഗമായി ഫത്ത-1 ഗൈഡഡ് ആർട്ടിലറി റോക്കറ്റുകൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ 2 സൈനിക കേന്ദ്രങ്ങൾ തകർത്തുവെന്ന് പാക് ക്യാപ്റ്റൻ മുനീബ് സമാലിന്റെ വിചിത്രമായിട്ടുള്ള അവകാശവാദമാണ് ഇപ്പോൾ ചിരിപടർത്തുന്നത്. ഒരു പ്രാദേശിക ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് രാജൌരി, മാമൂൺ എന്നീ 2 വ്യോമത്താവളങ്ങൾ തങ്ങൾ വിജയകരമായി തകർത്തുവെന്ന് ഇയാൾ വീമ്പിളക്കുന്നത്. മിസൈൽ വിക്ഷേപണ സമയത്ത് അവിടെ തടിച്ചുകൂടിയ നാട്ടുകാരുടെ സാന്നിധ്യം ഉദ്യോഗസ്ഥർക്ക് വലിയ ആത്മവിശ്വാസം നൽകിയെന്നും ഇയാൾ തട്ടിവിടുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു വ്യോമത്താവളമേ ഇല്ല എന്നതാണ് വസ്തുത. ജമ്മു കാശ്മീരിലെ ഒരു ജില്ല മാത്രമാണ് രാജൌരി. ഇവിടെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഒരു താവളവുമില്ല. പഞ്ചാബിലെ പത്താൻകോട്ടിനടുത്തുള്ള സൈനിക കന്റോൺമെന്റ് ഏരിയയാണ് മാമൂൺ. അവിടെയും വ്യോമത്താവളമില്ല. നിലവിലില്ലാത്ത 2 വ്യോമത്താവളങ്ങൾ തകർത്തുവെന്ന വാദത്തോടെ പാക് സൈന്യത്തിന്റെ വിശ്വാസ്യതയാണ് വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ വർഷം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ 26 നിരപരാധികളുടെ ജീവനെടുത്ത ദാരുണമായ ഭീകരാക്രമണത്തിന്റെ മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ പാക് സൈനിക കേന്ദ്രങ്ങളെയും ഭീകരതാവളങ്ങളെയും തകർത്തെറിഞ്ഞിരുന്നു. ഇതിന് തിരിച്ചടിയായിട്ടാണ് പാകിസ്ഥാൻ ഓപ്പറേഷനിൽ ബുനിയാനുൽ മർസൂസ് എന്ന പേരിൽ ഇന്ത്യയിലെ 26 ലക്ഷ്യങ്ങൾ ഉന്നം വെച്ച് ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയത്. 2025 മെയ് 10 പാകിസ്ഥാൻ തൊടുത്തുവിട്ട ആയുധങ്ങളിൽ ഫത്ത-1 മിസൈലുകളും ഉൾപ്പെട്ടിരുന്നു. ഈ ആക്രമണത്തിലാണ് ഇന്ത്യയുടെ അദൃശ്യ വ്യോമത്താവളങ്ങൾ തകർത്തുവെന്ന് പാക് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ അവകാശപ്പെടുന്നത്. പാക് സൈന്യത്തിന്റെ ഈ അതിഗംഭീര കണ്ടുപിടുത്തത്തെ ട്രോളുകളിൽ മുക്കുകയാണ് സമൂഹ മാധ്യമങ്ങൾ. പുരാവസ്തു ഗവേഷകരും ഭൂപട നിർമ്മാതാക്കളും ഗൂഗിൾ മാപ്സും ഇന്ത്യൻ വ്യോമസേനയും ചേർന്ന് ഈ ഇതിഹാസ തുല്യമായ രജൌരി, മാമൂൺ വ്യോമത്താവളങ്ങൾ കണ്ടെത്താൻ സംയുക്ത ദൗത്യം ആരംഭിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ലൊക്കേഷൻ അറിയാമെങ്കിൽ അറിയിക്കുക എന്നാണ് ഒരാൾ എക്സിൽ കുറിച്ചത്. ഫത്ത-1 മിസൈലുകൾ പതിച്ച ഈ വ്യോമത്താവളങ്ങൾ ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാതായെന്നും പാകിസ്ഥാന്റെ അടുത്ത ലക്ഷ്യം അറ്റ്ലാന്റിസ് ആണോ എന്നും മറ്റൊരാൾ ചോദിക്കുന്നുണ്ട്. അറ്റ്ലാന്റിസ് എന്നത് ഗ്രീക്ക് കഥകളിൽ മാത്രമുള്ള ഒരു സാങ്കല്പിക ദ്വീപാണ്. യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ തൊടുത്ത മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ വീണത് ഹരിയാനയിലും രാജസ്ഥാനിലെയും പഞ്ചാബിലെയും ചില വയലുകളിലും ശ്രീനഗറിലെ ദാൽ തടാകത്തിലുമാണ്. ഫത്ത-2 അടക്കമുള്ള മറ്റു ചില മിസൈലുകളെ ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം ആകാശത്ത് വെച്ച് തന്നെ തകർത്തെറിയുകയും ചെയ്തിരുന്നു. സ്വന്തം നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി പാക് സൈന്യം മെനയുന്ന ഇത്തരം കെട്ടുകഥകൾ ലോകത്തിന് മുന്നിൽ അവരെ കൂടുതൽ അപഹാസ്യരാക്കുകയാണ്. യഥാർത്ഥ ലക്ഷ്യങ്ങൾ തകർക്കാൻ ശേഷിയില്ലാത്തവർ ഇല്ലാത്ത വ്യോമത്താവളങ്ങൾ തകർത്തുവെന്ന് പറഞ്ഞ് സ്വയം സമാധാനിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത്തരം പൊള്ളയായിട്ടുള്ള അവകാശവാദങ്ങൾ പാകിസ്ഥാന്റെ സൈനിക പരാജയങ്ങളെയും കെട്ടുകഥകളെയും മറച്ചു വെക്കാനുള്ള മറ്റൊരു ഭാഷമം മാത്രമാണെന്ന് ഒരിക്കൽ കൂടി തെളിയുകയാണ്. ന്യൂസ് ഡെസ്ക് കേന്ദ്രമാണ്.